ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കേരള സ്റ്റൈലിലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പുട്ട്, അപ്പം, ഇടിയപ്പം ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്രഷർ കുക്കറിലൊക്കെയാണ് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയത്. അതും ഒരു നല്ല റെസിപ്പിയാണ്. ഒത്തിരി പേര് അത് ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് കണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കോഴിമുട്ടയാണ്. അത് പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കത്തിക്കൊണ്ട് ഇതുപോലെ നീളത്തിൽ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയിൽ ഇതുപോലെ ഒരു 3-4 സ്ഥലത്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് വേണ്ടത് 2 മീഡിയം സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, കാശ്മീരി ചില്ലിപ്പൊടി, സാധാരണ മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളകിന്റെ അളവ് നിങ്ങളുടെ എരിവിന്റെ പാകം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി വേണ്ട 2 മീഡിയം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മുട്ടയുടെ പുറമൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മുട്ടയുടെ പുറമൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. മുട്ടയുടെ പുറം ഈ കാണുന്ന ഒരു ചെറിയ ബ്രൗൺ കളറായി വരണം. ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കാം, പക്ഷെ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റാം. സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പൊടിയുടെ കളറൊക്കെ പെട്ടെന്ന് മാറിപ്പോകും. മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ചുവന്ന കളറിൽ തന്നെ വേണം ഇരിക്കാനായിട്ട്. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയിൽ ഒന്ന് ഉടഞ്ഞ് വരുന്നവർ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം. ഞാനിത് ഇടിയപ്പത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് 1/2 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കും. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടി തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാനൊന്ന് മൂടി വെച്ച് ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് കുക്കാകാൻ വേണ്ടി കുറച്ച് സമയം വെക്കാം. പാൻ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിയിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പാൻ ഒന്ന് മൂടി 2-3 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അവസാനം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. മല്ലിയില ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. മുട്ട റോസ്റ്റ് നമുക്ക് ചൂടോടെ പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, ബ്രെഡ്, പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല സിമ്പിളും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.